Hello everyone, this is Sudhir Menon, corporate trainer. Once again, welcome to the new video of Inspirational Story Box. പകിട്ടാർന്ന പൂക്കളങ്ങളും പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളും മിഴിവേകുന്ന ഈ ചിങ്ങപ്പുലരിയിൽ ഒട്ടേറെ പിണക്കങ്ങളും ഒട്ടേറെ ഇണക്കങ്ങളുമായി കടന്നുപോയ പഴയകാലം നമുക്കൊരുമിച്ച് ഓർമ്മിക്കാം. എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ജാതിമതഭേദമില്ലാതെ ഒത്തുകൂടുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ഉത്സവമാണല്ലോ ഓണം. ഓണക്കാലത്തെ ഓർമ്മകൾ എല്ലാ മലയാളികൾക്കും ഗൃഹാതുരത്വം ഉണർത്തുന്നതാണ്. പുതിയ പ്രതീക്ഷകളാണ് ഓരോ ഓണനാളുകളും നമുക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. എത്ര വിഷമങ്ങളുണ്ടെങ്കിലും എല്ലാ മലയാളികളും അതെല്ലാം മറന്ന് ഓണം ആഘോഷിക്കുന്നു. ഓണനാളുകൾ ഒരുമയുടെയും കൂടിച്ചേരലിൻ്റെയും പാഠങ്ങൾ നമുക്ക് പകർന്നു തരുന്നതാണ്. നമ്മുടെ പഴയ ഓണക്കാല ഓർമ്മകളെ പൊടിതട്ടിയെടുക്കാനും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും തമ്മിൽ ഓണാശംസകൾ കൈമാറാനുമൊക്കെ ഈ ഓണനാളുകളിൽ നമുക്ക് സമയം കണ്ടെത്താം. ഏത് ദേവനും ഒരു അസുരഭാവവും ഏത് അസുരനും ഒരു ദൈവിക ഭാവവും ഉണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന നാളുകളാണ് ഓണത്തിൻ്റേത്. അസുരനായ മഹാബലി വിനയവിനീതനായതും ദേവനായ വാമനൻ അസുര സ്വഭാവം കാണിച്ചതും ഏതൊരാളിലും ഈ രണ്ട് ഭാവങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്നു. മഹാബലി ചക്രവർത്തി തൻ്റെ പ്രജകളെ സന്ദർശിക്കുന്ന സവിശേഷ സന്ദർഭത്തിൻ്റെ പ്രതീകമാണല്ലോ ഓണം. തിരുവോണ നാളിൽ തങ്ങളുടെ മഹാരാജാവിനെ വരവേൽക്കുന്ന മലയാളികൾക്ക് മുഴുവനും 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം ആഹ്ലാദഭരിതമായ കാലമാണ്. വീട്ടുമുറ്റങ്ങളിൽ വർണ്ണാഭമായ വിവിധതരം പുഷ്പങ്ങൾ നിരത്തിയൊരുക്കുന്ന മനോഹരമായ പൂക്കളങ്ങൾ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ബോധമാണ് ഇവ ഉണർത്തുന്നത്. അതിനെയാണ് ഓണം പ്രതിനിധീകരിക്കുന്നത്. ഓണാഘോഷത്തിൻ്റെ ഓരോ ഭാഗവും കഴിഞ്ഞുപോയ ആ പൂർവ്വകാല മഹിമയെക്കുറിച്ചുള്ള ഒരു സുഖസ്മരണയാണ്. വിഭവസമൃദ്ധമായ സദ്യയ്ക്ക് പിന്നാലെ കൈകൊട്ടിക്കളിയും തുമ്പിതുള്ളലും കുമ്മാട്ടിക്കളി, പുലികളി തുടങ്ങിയ നാടൻ പ്രകടനങ്ങളുമെല്ലാം അരങ്ങേറുന്നു. മഹാനായ അസുര സാമ്രാട്ടായിരുന്ന മഹാബലി പാതാള ലോകത്തിൽ നിന്ന് തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ സ്മരണയ്ക്കായി ആഘോഷിക്കപ്പെടുന്നതാണ് ഓണം. പ്രഹ്ലാദൻ്റെ പൗത്രനായ മഹാബലി ജ്ഞാനത്തെ ആദരിച്ചിരുന്ന അതിശക്തനും പണ്ഡിതനുമായ മഹാരാജാവായിരുന്നു. ഒരിക്കൽ മഹാബലി ഒരു യജ്ഞം ആചരിച്ചു കൊണ്ടിരിക്കെ ഹ്രസ്വകായകനും തേജസ്വിയുമായൊരു ബാലൻ യജ്ഞശാലയിൽ പ്രവേശിച്ചു. ആചാരപ്രകാരം മഹാബലി ഈ തേജസ്വിയായ ചെറുപ്പക്കാരനെ സ്വാഗതം ചെയ്ത് അവൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. തൻ്റെ കാൽച്ചുവട് കൊണ്ട് അളക്കാവുന്ന 3 അടി സ്ഥലം തരണമെന്നാണ് ആ ബാലൻ അപേക്ഷിച്ചത്. ഈ അതിഥി സാക്ഷാൽ മഹാവിഷ്ണു അല്ലാതെ മറ്റാരുമല്ലെന്ന് തൻ്റെ ഗുരുവായ ശുക്രാചാര്യർ അപായ സൂചന നൽകിയിട്ട് പോലും ഗുരുവിനെ നിരാശപ്പെടുത്തിക്കൊണ്ട് മഹാബലി ഉടനെ തന്നെ ബാലൻ്റെ ആ അപേക്ഷ സ്വീകരിച്ചു. ഐതിഹ്യപ്രകാരം 3 അടി സ്ഥലം വാഗ്ദാനം ചെയ്യപ്പെട്ട ഉടൻ വാമനൻ എന്നു പേരായ ആ കൊച്ചുബാലൻ ത്രിവിക്രമൻ എന്നറിയപ്പെടുന്ന ഭീമാകാരമായ രൂപമെടുത്തുകൊണ്ട് തൻ്റെ ആദ്യ ചുവടിൽ ഭൂമിയെ മുഴുവനായും അളന്നു. അതിനുശേഷം 2ാം ചുവടിൽ ആകാശത്തെ മുഴുവനായി അളന്നു. ഈ 2 ചുവടുകൾ കൊണ്ട് തന്നെ മഹാബലിയുടെ സാമ്രാജ്യം മുഴുവനായും, അതായത് ഭൂമിയും ആകാശവും അളക്കപ്പെട്ട് കഴിഞ്ഞു. 3ാം ചുവട് എവിടെയാണ് വെക്കേണ്ടതെന്ന് വാമനൻ മഹാബലിയോട് ചോദിച്ചു. വിഷ്ണു ഭക്തരിൽ വച്ച ഏറ്റവും ശ്രേഷ്ഠനായ മഹാബലി ചക്രവർത്തി 3ാം ചുവട് വയ്ക്കുവാനായി തികഞ്ഞ ഭക്തിയോടും സമർപ്പണ ഭാവത്തോടും തൻ്റെ ശിരസ് ആനന്ദപൂർവ്വം വാഗ്ദാനം ചെയ്തു. തൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി ആരെയും അവരുടെ തലയിൽ ചവിട്ടി താഴ്ത്തിപ്പോകുന്ന അവതാരമായിട്ടാണ് വാമനൻ വരുന്നത്. മഹാബലി ചക്രവർത്തിയുടെ ഈ സമർപ്പണ ഭാവത്തിൻ്റെ അംഗീകാരമെന്ന നിലയിൽ മഹാവിഷ്ണു അദ്ദേഹത്തെ അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രനായി വാഴിക്കാമെന്ന് അനുഗ്രഹിച്ചുകൊണ്ട് പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. കൂടാതെ പ്രജകളുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് മഹാവിഷ്ണു മഹാബലിക്ക് വർഷത്തിലൊരിക്കൽ പ്രജകളോട് ഒത്തുചേരുന്നതിനായി പാതാളത്തിൽ നിന്നും തൻ്റെ രാജ്യത്തിലേക്ക് വരുവാനുള്ള അനുവാദം നൽകി. ആ ദിവസമാണ് ഓണമായി ആഘോഷിക്കപ്പെടുന്നത്. വാമനാവതാരം എന്ന ഈ ഐതിഹ്യം പൗരാണികമാണ്. അതായത് ഒരു നിഗൂഢ സത്യത്തിൻ്റെ പ്രകാശനം. ചരിത്രപരമോ വൈജ്ഞാനികവുമായ സംഭവവികാസങ്ങളിൽ നിന്നുള്ള ഒരു ഗുണപാഠം ഈ കഥയിൽ ഉൾക്കൊള്ളിക്കപ്പെട്ടിട്ടുണ്ട്. മഹാബലി മഹാനായ ഒരു അസുര സാമ്രാട്ടായിരുന്നു. ഭൂമിയിൽ തനിക്ക് കാണാവുന്നത്രത്തോളം വിസ്തൃതിയുടെ അധിപനായിരിക്കുകയും അജയനായി ഗണിക്കപ്പെടുകയും ചെയ്തിരുന്നതിനാൽ അദ്ദേഹം അഹങ്കാരിയായിരുന്നു. അഹങ്കാരമെന്നത് ഈ ഭൂമിയോളവും ആകാശത്തോളവും വളർന്ന് വലുതാകുവാൻ കഴിവുള്ള ഒന്നാണ്. ഈ അഹങ്കാരത്തെ കീഴടക്കുന്നതിനായി ജ്ഞാനവും വിനയവും സഹായിക്കുന്നു. വാമനൻ ചെയ്തതുപോലെ ലളിതമായ 3 ചുവടുകളിലൂടെ അഹങ്കാരത്തെ കീഴടക്കുവാൻ കഴിയും. 1ാം ചുവട് ഭൂമിയെ അളക്കുക. ചുറ്റുപാടുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള അസംഖ്യം ജീവജാലങ്ങളുടെ കേവലം എണ്ണമോർത്തുകൊണ്ട് ഒന്നുമല്ലെന്ന് മനസ്സിലാക്കി വിനയശീലരായിരിക്കുക. 2ാം ചുവട് ആകാശത്തെ അളക്കുക. ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ
മറ്റു ലോകങ്ങളുടെയും വ്യാപ്തിയും ബാഹുല്യവും, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എത്രമാത്രം നിസാരമാമിതം ചെറുതാണ് എന്നീ വസ്തുതകൾ ഓർത്തുകൊണ്ട് തന്നെ വിനയശീലരായിരിക്കുക. മൂന്നാം ചൂട്, നിങ്ങളുടെ കൈപ്പത്തി സ്വന്തം ശിരസ്സിനുമേൽ വയ്ക്കുക. ജീവജാലങ്ങളുടെ മാത്രമല്ല പ്രപഞ്ചത്തിൻ്റെ തന്നെ ജനന മരണങ്ങളുടെ പരിചക്രത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത കാലയളവ് തികച്ചും തുച്ഛമാണെന്നും പ്രാപഞ്ചിക ക്രമീകരണത്തിൻ്റെ ബൃഹത്തായ ചരിത്രത്തിൽ നമ്മൾ വഹിക്കുന്ന പങ്ക് അതിലേറെ തുച്ഛമാണെന്നും അറിയുക, ബോധ്യപ്പെടുക. വർഷത്തിൽ ഒരിക്കൽ മാത്രമുള്ള നമ്മുടെ ശർക്കര പായസവും ഓണക്കോടിയിലുമെല്ലാം ഒരുമയുടെ വർണ്ണങ്ങൾ തിരിച്ചറിയുന്നവരാണ് നാം. വരൾച്ചയും പ്രളയവും മഹാമാരിയും വയനാട്ടിലെ ഉരുപൊട്ടലും ഒക്കെ പിന്നിട്ടിട്ടും നമ്മുടെ കേരള നാട് വർണ്ണങ്ങൾ ചാലിച്ച് പുഷ്പസുഗന്ധിയായി നിൽക്കുന്നു. ഈ ആകുലതകൾക്കിടയിൽ തോലടർന്ന് പിടിപൊട്ടിയ നമ്മുടെ മനസ്സുകളെ ചേർത്ത് നിർത്താനും അതിൽ ചെത്തിയും ചെന്താമരയുമൊക്കെ വിരിയിക്കുന്നതുമാകട്ടെ ഈ ഓണക്കാലം. ഒരുപിടി നല്ല ഓർമ്മകൾ മനസ്സിൽ നിറച്ചുകൊണ്ട് നിറവറയും നിലവിളക്കും തുമ്പപ്പൂക്കളും ഏന്തി സ്നേഹത്തിൻ്റെ ഓണക്കാലം വീണ്ടും ഇതാ വന്നെത്തി. എല്ലാ പ്രിയപ്പെട്ടവർക്കും 1000 ഓണാശംസകൾ.